ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിച്ചു തരാൻ പോണത് നമ്മുടെ വീട്ടിലകത്ത് ഒരു സ്വിച്ച് ബോർഡിൽ വന്ന തേനീച്ച ആണ്. അത് തന്ന എട്ടിൻ്റെ പണി അത് തന്നെ വേണം പറയാൻ. അപ്പോൾ നമ്മളത് അധികം യൂസ് ചെയ്യാത്തൊരു സ്വിച്ച് ബോർഡാണത്. വല്ലപ്പോഴും മാത്രമേ ഒന്ന് ഓണാക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ അതിൻ്റെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആരും ഈ ഭാഗത്തേക്ക് അത്ര അങ്ങനെ അടുക്കാറില്ല. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് നമ്മൾ തുറന്ന് നോക്കിയതാണ്. തുറന്നപ്പോഴാണ് കണ്ട കാഴ്ച ഇതിൽ നിറച്ച് തേനീച്ച കൂട് കൂട്ടിയ ഒരവസ്ഥയാണ്. ഇവർ അറകളായിട്ട് തന്നെ മുട്ടയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിലുള്ളത് തേനൊക്കെ പശ പോലെയായിട്ട് നല്ല ഒരു തേനല്ല, നമുക്കൊരു മധുരമില്ല, ഒരു പുളിയൊക്കെ ഫീൽ ചെയ്തത്. പിന്നെ ഒരു സ്മെല്ല് മാറിയിട്ടുണ്ട്, വല്ലാത്തൊരു സ്മെല്ലാണത്. നല്ലൊരു തേനിൻ്റെ സ്മെല്ലായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ കത്തി എടുത്തിട്ട് ചെയ്യണോണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ആരും അനുകരിക്കുകയും വേണ്ട. നമ്മൾ കറണ്ടിൻ്റെ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ അതും ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യണത് ഒരു ഇലക്ട്രീഷ്യൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പതുക്കെ നമ്മൾ ഈ കൂടൊക്കെ കളയാൻ പോവുകയാണ്. ഇതിന് നിറയെ തേനാണുള്ളത്. പക്ഷേ തേന ഞാൻ പറഞ്ഞില്ലേ, രുചിയില്ലാത്തൊരു തേനാണ്. കുറേ നാളുകളായിട്ട് ഇരുന്ന് ഇതിൽ ഉള്ളതാണ്. ഒരുപാട് ജനറേഷൻ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. നമുക്കിത് തുറന്നപ്പോൾ തന്നെ നമുക്കിത് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പശ രൂപത്തിലായിരുന്നു. ഇത് കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളതൊന്ന് കുത്തി എടുത്തത്. ഞാൻ പിന്നെ പശ ആ തേന അവിടെ മുഴുവൻ ആവണ്ടല്ലോ എന്ന് കരുതി ഒരു പ്ലേറ്റ്, ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അത് കുറേ വർഷങ്ങളായിട്ട് ഇരിക്കണതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് കാരണം ഇത് കണ്ട് ആരും അനുകരിക്കരുത്. നമ്മളത് തേനീച്ചകളെ കളയാൻ വേണ്ടി ഒന്ന് അടിച്ചതാണ്. ഒരു ചൂട് കൊടുത്തപ്പോൾ തേനീച്ചകളൊന്ന് കരിഞ്ഞു. അപ്പോഴാണ് നമുക്കവിടെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റിയത്. അങ്ങനെ പിന്നെ നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കുറച്ച് ആ പശ പോലെയുള്ളതൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് സാനിറ്റൈസറൊക്കെ വെച്ച് കളഞ്ഞ് ആ വയറുകളൊക്കെ മാറ്റി ക്ലീനാക്കി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെയൊക്കെ അബദ്ധങ്ങൾ പറ്റും. നമ്മൾ തീരെ ഉപയോഗിക്കാത്ത കിടക്കണ ഇതിൽ തേനീച്ച, വേട്ടാളൻ, കടന്നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ആ ചെറിയ ഓസിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന്. എന്തായാലും നമുക്ക് കിട്ടിയത് എട്ടിൻ്റെ പണി തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടി വന്നു. അങ്ങനെ എല്ലാതും കളഞ്ഞ് സാനിറ്റൈസർ അടിച്ച് വൃത്തിയാക്കി മറ്റേ എന്താ പറയുക, മധുരത്തിൻ്റെ രുചിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് പുതിയൊരു ഇത് വെക്കുകയാണ് ചെയ്തത്, സ്വിച്ച് ബോർഡ്. ഇതിൽ നമ്മൾ റെഗുലേറ്റർ വെച്ചില്ല, മെയിൻ സ്വിച്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പുതിയ സ്വിച്ച് വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ പറ്റാതെ എല്ലാവരും നോക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക.